അപ്പം നാട്ടിൻ്റെ കാല് സൂപ്പാണെന്ന് ഉണ്ടാക്കണത്. ഇപ്പോൾ സൂപ്പാണല്ലോ ഫേമസ്, എല്ലാവരുടെയും സൂപ്പാണ്. ദേശം വയ്ക്ക്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കരിച്ചിട്ട്, നമ്മൾ കരിക്കാണ്ട് ഉണ്ടാക്കണില്ല, ഇത് കരിച്ചിട്ട് ഉണ്ടാക്കണം. കാരണം എന്താ പറയുക, ഇത് തൊലിയും കൂടി വേണം, എങ്കിലേ അതിൻ്റെ ഒരു ശരിക്കും ടേസ്റ്റ് ഉള്ളൂ. നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ തൊലിയോട് കൂടിയിട്ടാണിത് വെക്കുക. വീട്ടിൽ കെട്ടി തൂക്കി വെക്കുന്നൊരു ഇതുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ എല്ലാവരും വരും, ആട്ടിൻകാൽ സൂപ്പ് കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ വന്നോളെ. ഇത് നല്ലോണം ഈ രോമൊക്കെ ഒന്ന് കരിച്ചെടുക്കണം. ഇത് സംഗതി ഒരുപാടുണ്ട്, അപ്പോൾ ഒക്കെ കൂടിയിട്ട് കത്തിച്ചിട്ട് നന്നായി രോമം കരിച്ചെടുക്കാം. നല്ലോണം രോമം കരിയണം, എങ്കിൽ ശരിയാവുള്ളൂ. ഇല്ലെങ്കിൽ രോമം അകത്ത് പോയാൽ പാടാണ്. നല്ല ചൂടുണ്ട്. കരിച്ചൊക്കെ ചുരണ്ടി റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ കഴുകിയെടുത്ത് കഷ്ണങ്ങളാക്കാം. അപ്പോൾ നമ്മൾ രോമം കളഞ്ഞ് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി ഇത് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നുകൂടെ കഴുകണം. ഇത് കരിയൊന്ന് കളയണം. പിന്നെ അങ്ങനെ ഏകദേശം വൃത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പീസാക്കി എടുക്കണം. നാട്ടിന് കുളമ്പാണത്. ഇത് നമ്മൾ സൂപ്പിന് ഉപയോഗിക്കില്ല. ഈ സാധനമാണ്, ബാക്കി സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. നല്ലപോലെ കഴുകിയെടുക്കാം. ഇപ്പോൾ നമ്മൾ 3-4 തവണ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. കാല് കരിച്ചപ്പോൾ എന്താ മണം പറയുമോ? നമ്മുടെ അടുപ്പ് നല്ലോണം കത്താൻ പറയുന്നത്. നമുക്ക് ചട്ടി വെച്ച് നമ്മുടെ സൂപ്പ് റെഡിയാക്കി എടുക്കാം. സൂപ്പല്ല, ആട്ടുക്കൽ പായ പറയും. വെള്ളം തിളക്കട്ടെ. നമുക്ക് നമ്മൾ നെല്ല് അരച്ചാണ് ചെയ്യുന്നത്, അല്ലാതെ പൊടി ചേർക്കണില്ല. എല്ലാ സൂപ്പിനൊക്കെ എല്ലാം അരച്ച് വെക്കുന്നതാണ് ബെറ്റർ. മതി. അരച്ച മഞ്ഞൾ എന്താ മണം! നമുക്ക് തുറന്ന് നോക്കാം. വെള്ളം തിളച്ചു. നമുക്ക് കുറച്ച് പരിപ്പും ചെറുപയറിൻ്റെ പരിപ്പുമാണത്. അങ്ങോട്ട് നോക്കാം. പരിപ്പൊന്ന് വേകട്ടെ. ഇത് നമുക്ക് കുറച്ച് പെരുംജീരകം, ജീരകം, മല്ലി, ഇത് 3 കൂടി അരച്ചെടുക്കണം. കുറേശ്ശെ മതി, ഒരുപാട് വേണ്ട. അപ്പം അരക്കണതൊക്കെ കണ്ട് ആരെങ്കിലും കോപ്പിയാണെന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ അരച്ചാലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുള്ളൂ. തുറന്നു നോക്കാം. പരിപ്പ് വെന്തുകൊണ്ടിരിക്കണേ ഉള്ളൂ. നമുക്ക് അരച്ച മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. അരച്ച മഞ്ഞൾ നല്ല പ്രത്യേക മണമാണ്. നമുക്ക് ആട്ടിൻ കാലിട്ട് കൊടുക്കാം. വെല്ല 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 മതി കൊടുക്കാം. നല്ലോണം വേവിക്കാം. ഒരു 1-1.5 മണിക്കൂർ ശരിക്കും തിളപ്പിക്കണം.
നമ്മളൊരു 1 മണിക്കൂറായി. തുറന്ന് നമുക്ക് കുറച്ച് സാധനം ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളക്, കുറച്ച് വലിയുള്ളി, കുറച്ച് തക്കാളി, പെരുംജീരകം, ജീരകം, മല്ലി ഇവ 3 കൂടി ചേർത്ത് അരച്ചാണത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. നമുക്കിന് 1-2 സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട്. ഒന്ന് ചേർത്തിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് പോയിക്കണം. ഒരല്പം കുരുമുളക് പൊടി, കുരുമുളകാണ് ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കുറച്ച് ഏലക്കായ് പൊടിച്ചത്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ്. ഇനി അടച്ച് വെച്ച് 1 അരമണിക്കൂർ കൂടെ തിളപ്പിക്കാം. അപ്പോഴേക്കും വേവും. നല്ലോണം തീ കത്തട്ടെ. ആട്ടുകാലാണ് വേവില്ല സാധനം. സംഗതിയൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മസാല കൂടെ ചേർക്കാണ്ട് ഒന്ന് താളിച്ചെടുക്കണം. അത് ഇറക്കി വയ്ക്കാം. നമുക്കൊരു മസാലയും കൂടി മിക്സ് ചെയ്തെടുക്കാനുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. തവിടെണ്ണയാണ്, ഓയിലല്ല നമ്മൾ യൂസ് ചെയ്യണം. നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, അതുപോലെ തന്നെ പെരുംജീരകം, ചെറിയ ജീരകം, തക്കോലം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. വറമുളക്, നമ്മൾ അരച്ച മുളക്, കുറച്ച് കറിവേപ്പില കൊടുക്കാം. കുറച്ച് ഉള്ളി, നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. മതി വെച്ചോ. ഇനി കുറച്ച് മല്ലിയിലിട്ടാൽ നമ്മുടെ സംഗതി റെഡി. നമ്മുടെ സൂപ്പ് അടിപൊളി മണം വരുന്നുണ്ട്. നമുക്കിന് നമ്മുടെ ചോറ്റിലൊഴിച്ച് കഴിക്കാം. അപ്പം കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയാം. ഇത് ആട്ടുക്കൽ സൂപ്പല്ല കേട്ടോ, ആട്ടുക്കൽ പായ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചോറിന് കൂടെ കഴിക്കാൻ പറ്റും. കൊള്ളാം. എന്തൊക്കെ സാധനം വന്നിട്ടുണ്ട് സുധാരാ? അടിപൊളി വെന്തിട്ടുണ്ട്. പക്ഷെ അത് ചൂട് സാധാരണ ചൂട് കൊണ്ട് കഴിക്കാൻ പറ്റും. ധാരാളം വന്നിട്ടുണ്ടല്ലേ? അടിപൊളി. അപ്പോൾ 2-2.5 മണിക്കൂർ വേവിച്ചാണ് സംഭവം. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയും. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നമ്മളത് തമിഴ്നാട് സ്റ്റൈലാണ് കേട്ടോ. നമ്മുടെ കേരള സ്റ്റൈലില് തമിഴ്നാട് സ്റ്റൈലാണ് ഈ റെസിപ്പി. നമ്മൾ ശരിക്കും ഇവിടെ സൂപ്പ് വെള്ളം പോലെ ഉണ്ടാക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയാണ്. പരിപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് കേട്ടോ. പരിപ്പിട്ടതിൻ്റെ ടേസ്റ്റ് വരുന്നു. സൂപ്പറായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് വിറ്റാമിൻസ്, ഇതിൻ്റെ ഉള്ളിലാണ്, അതിൻ്റെ അകത്ത് ഇതങ്ങനെ ഇല്ല.
വരണം വന്നാ എന്തേലും മജ്ജ എനിക്കൊന്നും വന്നില്ല. മജ വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് കൂടുതലല്ലേ? നല്ല പൂമ്പ പോലെ കൂടുതലുണ്ടെങ്കിൽ വരും. ഇത് കണ്ടതാ സാധനം. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെ പറ്റുകയാണെങ്കിൽ വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഒരു അടിപൊളി റെസിപ്പിയാണ്. സൂപ്പാണ് സൂപ്പർ. എങ്ങനെയുണ്ട് പറയട്ടാ? കിട്ടില്ലേ സൂപ്പ് കഴിക്കുന്നവർക്ക് ഇവിടെ വരാം. വന്നു കഴിഞ്ഞാൽ ബസ്സോ മായോ സൈനടൊന്നും ഇല്ലാത്ത അടിപൊളി കിടിലൻ സൂപ്പ് നമ്മുടെ അവിടെ ലഭിക്കുന്നതാണ്. കളരി വന്നാൽ ചുട്ടിപ്പാറ അല്ലേ? അതെ, ഞാൻ വിളിച്ചോ, ആരും വന്നില്ല. സൂപ്പറാണ്. ഇവിടെ ഞങ്ങളൊരു 50 പേരുണ്ടായിരുന്നു മാത്രം. സൂപ്പർ ഉണ്ട് സൈത്ത, പൊളിച്ച് അടിപൊളി സൂപ്പാണ്. സൂപ്പ് കുടിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമില്ല. ബെസ്റ്റ് സാധനമാണ് സൂപ്പ്. ശരിക്കും പറഞ്ഞാൽ എല്ലിന് ബലം വെക്കുന്നതാണ് പറയണത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് മാസത്തിൽ ഒരിക്കൽ കഴിക്കുന്നത് നല്ലതാണെന്നാണ് നമ്മുടെ കാരണവന്മാർ പറഞ്ഞത്. കാരണവന്മാർ പറഞ്ഞ മുത്തശ്ശന്മാരൊക്കെ. അപ്പോൾ നമ്മൾ എന്താ പറയാ, ഈ റെസിപ്പിയൊക്കെ നോക്കി നിങ്ങൾ ഉണ്ടാക്കുന്നു. അല്ല പൊളി സംഭവം, അടിപൊളിയാണ്. റെസിപ്പി എങ്ങനെയുണ്ടാ? അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പ് സൂപ്പറായിട്ടുണ്ട്. റഫീക്ക് ചോറ് കഴിച്ചില്ല, സൂപ്പാണ് കൂടുതലായിട്ട് കുടിച്ചത്. ഞങ്ങൾ ചോറും കഴിച്ച് സൂപ്പ് മേടിച്ചു. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി വീഡിയോ മറ്റേ വീണ്ടും കാണാം. ബൈ ബൈ ബൈ. സൂപ്പാണ് കഴിക്കേണ്ടത്. അതെ, ബൈ ബൈ. കുടിക്കണം.